ഓക്കെ പാട്ടൊക്കെ ഇട്ട് ഓക്കെ ബൈ. ഭയങ്കര വെയിലുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം 3 മണി സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ കനകക്കുന്നിലോട്ടാണ് നടന്നത്. കുറച്ച് സ്കെച്ചസ് കയ്യിലുണ്ട്, സ്കെച്ചസിൻ്റെ കോപ്പി. അത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കുറച്ചൊരു സെയിലിനിട്ടു. കുറച്ച് പേരൊക്കെ വന്ന് സ്കെച്ചസൊക്കെ മേടിക്കുകയും സപ്പോർട്ട് ചെയ്തൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈവനിങ് ഒരു 7 മണിയോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരു 12 കിലോമീറ്റർ നടന്ന് വട്ടപ്പാറയ്ക്കടുത്ത് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തായിരുന്നു ഞാൻ നൈറ്റ് സ്റ്റേ ചെയ്തത്. പിറ്റേ ദിവസം കുറച്ച് നേരത്തെ യാത്ര തുടങ്ങി. ഒരു 7 മണി ആ സമയത്ത് അവിടെ നടന്നു പോകുമ്പോഴാണ് ജോസേട്ടനെ പരിചയപ്പെടുന്നത്. ജോസേട്ട് ചായയും കുറച്ച് ഉപദേശമൊക്കെ തന്നായിരുന്നു. പിന്നെ പുള്ളിയെടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കും കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയ ജലദോഷവും അങ്ങനെയൊക്കെ. അങ്ങനെ കുറച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വെഞ്ഞാറമ്മൂട് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പുള്ളിക്കാരൻ വന്ന് പരിചയപ്പെട്ട് ഞാൻ വരയ്ക്കുമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. പുള്ളിയുടെ മോളുടെ ബുക്കിൽ ആളുടെ ഒരു ഫോട്ടോ വരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പെട്ടെന്ന് വരച്ചും കൊടുത്ത് അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ച് കുറച്ച് റെസ്റ്റും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കിളിമാനൂരൊക്കെ എത്താറായപ്പോഴത്തേന് ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ തോന്നി. ചെറിയ ജലദോഷവും പനിയും അങ്ങനെ. എന്നിട്ട് പിന്നെയും നടന്നു. ഒരു രാത്രി 10-10:30 ആയപ്പോഴത്തേന് ഞാൻ ചടയമംഗലത്തെത്തി. അവിടെ നിന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്കൊരു 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നടന്നൊരു 4 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേന് തീരെ വയ്യാണ്ടായി. ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ വയ്യ, അങ്ങനത്തെ അവസ്ഥയായി. അങ്ങനെ അവിടെ ഇരുന്ന് ഞാനൊരു കൂട്ടുകാരനെ വിളിച്ച് എനിക്ക് വയ്യട വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നു. അവൻ എന്നെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടാക്കി. അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്കെത്തി. അയ്യോ, ഒട്ടും വയ്യായിരുന്നു. വീടെത്തിയപ്പോൾ തന്നെ ഞാൻ തളർന്ന് ഒരു അവസ്ഥയായി. വീടെത്തിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. പനിയൊക്കെ മാറി ശരീരം നോക്കിയാക്കിയിട്ട് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പം ഇനി പിന്നെ കാണാം.